ഈ പ്രകൃതി ദുരന്തങ്ങളെയോ മനുഷ്യ പരീക്ഷണങ്ങളെയോ ഒന്നും ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെയും നമ്മുടെ വികാരങ്ങളുടെയും ചിന്തകളുടെയും ഒക്കെ കാര്യകാരണങ്ങൾ സഹിതം അങ്ങനെ നമുക്ക് പറയാനാകാത്തതാണ്. അങ്ങനെ ഒരിക്കലും ഇസ്ലാം മതം അത്തരം കണക്റ്റഡ് ചിന്തകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. നന്മ ചെയ്താൽ നന്മ കിട്ടും, തിന്മ ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ കൃത്യമായി താക്കീത് ചെയ്യുമ്പോഴും ഈ ഭൂമിയിൽ ശരിയും തെറ്റും നന്മയും തിന്മയും ഒക്കെ ചെയ്യുന്നവരുടെ ആ കാര്യങ്ങളൊക്കെയും ഏർപ്പാട് ചെയ്യുന്നവനും എന്നാൽ മരണാനന്തരമുള്ള പരലോകത്ത് മാത്രം അതിനെ സംബന്ധിച്ച് വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് പൊതുനിലപാട് ഇസ്ലാം മതത്തിൻ്റേത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മ്യാൻമറിൽ വൻ ഭൂചലനം, കെട്ടിടങ്ങൾ തകർന്ന് 40 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത, അതിൻ്റെ അടിയിൽ അവിടെയുള്ള മുസ്ലിങ്ങളോട് ചെയ്തത് ചരിത്രത്തിലില്ലാത്ത ക്രൂരതയാണ്, നോമ്പ് 27 തന്നെ പലിശ സഹിതം തിരിച്ചു കിട്ടുന്നു എന്നുള്ളത് കണ്ണ് തള്ളിപ്പോകുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത്തരം സംഗതികൾ മതപരമല്ല, വിശ്വാസപരമല്ല, അങ്ങനെ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. നന്മ ചെയ്യുന്നവരെല്ലാം അങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, തിന്മ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നത്, തിന്മയും ദ്രോഹവും ചെയ്യുന്നവർക്കെല്ലാം അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്ന ഒരു സംഗതിയെ ഇസ്ലാം മതബോധത്തിലോ ചിന്തയിലോ പ്രവാചക പഠനത്തിലോ ഇല്ലെന്ന് മാത്രമല്ല, പ്രവാചകൻ്റെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ 2 വയസ്സിൽ മരണപ്പെട്ടപ്പോൾ ആ ദിവസമാണ് അവിടെ ഈ സൂര്യഗ്രഹണം മറ്റോ ഉണ്ടായി. സൂര്യഗ്രഹണമാണോ ചന്ദ്രഗ്രഹണമോ എന്ന് പറഞ്ഞാൽ സൂര്യഗ്രഹണമോ മറ്റോ ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ പൊതുവിൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പറയുന്ന ഈ മക്ക നിവാസികളോ മദീന നിവാസികളോ ആരൊക്കെയോ ഇങ്ങനെ പ്രവാചകൻ്റെ മകൻ മരിച്ചതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ പ്രവാചകൻ ആ വാർത്ത അറിഞ്ഞപ്പോൾ താൻ സാധാരണ സംസാരിക്കുന്ന മിമ്പറിൽ കയറി നിന്ന് അങ്ങനെ മനുഷ്യൻ്റെ മരണവും ജനനവും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രകൃതിയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതിഭാസങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും വിശ്വാസപരമായി ശരിയല്ല, പ്രകൃതി വേറെ മനുഷ്യൻ വേറെ എന്ന് പറയുന്ന കൃത്യമായ പ്രബോധനമാണ് നടത്തുകയുണ്ടായത്. അതുപോലെ തന്നെ പ്രവാചകൻ മരണപ്പെട്ട ശേഷം പ്രവാചകനോട് വല്ലാത്ത ഭക്തിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതിയൊക്കെ തോന്നി ഈ പടച്ചതമ്പുരാനായി അങ്ങ് പ്രവാചകനെ മാറ്റുന്നൊരു ഘട്ടമൊക്കെ വന്നപ്പോൾ പിന്നീട് വന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം കൃത്യമായി അതിൽ നിലപാടെടുത്ത് അത് ഉറക്കെ പറയുകയും ഈ പ്രവാചകൻ വിശ്രമിച്ചിരുന്ന മരങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളൊക്കെയും ആ മരങ്ങൾ പോലും മുറിച്ച് കളയുകയും ഒക്കെ ചെയ്തു. കാരണം പ്രകൃതിയിലെ ഏതെങ്കിലും വസ്തുക്കളും അത്തരം കാര്യങ്ങളുമായി ഈ വിശ്വാസത്തിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും അങ്ങനെ ചിന്തിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, മക്കയിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്, എത്രയോ പേർ മരണപ്പെട്ടിട്ടുണ്ട്, എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ വരുന്ന വിമാനങ്ങൾ തകർന്നതിൽ പലപ്പോഴും ഹാജിമാർ അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകുന്നവർ അങ്ങനെയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയും നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് ഇത്തരം കാര്യങ്ങളൊക്കെയും. അതുകൊണ്ട് ഈ കമൻറ്റ് ഒന്നെങ്കിൽ അയാൾ ഒരു വിശ്വാസി അല്ലാത്തത് കൊണ്ട് എഴുതിയതായിരിക്കും, ഇനി ഫേക്ക് എഴുതിയതാണോ, ഇനി അതല്ല അയാൾ ആ പേരുകാരൻ എന്തെങ്കിലും ആവേശം കൊണ്ട് എഴുതിയതാണെങ്കിൽ ആ ആവേശം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്നതാണ് സത്യം. മനുഷ്യർക്ക് എല്ലാവർക്കും നന്മയും അനുഗ്രഹവും ശാന്തിയും ഉണ്ടാകണം എന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്നതാണ് ഒരു സത്യം.